പക്ഷെ എപ്പോഴും മാഞ്ഞു പോകുന്നത് നടിമാരാണ് കൂടുതലും. ശരി, ഓപ്പർച്യൂണിറ്റീസ് കൂടുതലും ആണുങ്ങൾക്കുണ്ട്. ശരി, ഓക്കെ. അപ്പൊ ആ ഒരു അങ്ങനെ വരാനുള്ള ഒരു കാരണം, അതായത് ഇപ്പം ഒരു സിനിമ ഇപ്പൊ ഈ രണ്ടുപേരോട് ഞാൻ ചോദിക്കുന്നത്, കാരണം നിങ്ങൾ രണ്ടുപേരും ഒത്തിരി അധികം സിനിമകൾ ചെയ്യുന്നത് കാണുന്നില്ല. അപ്പൊ അത് ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എത്രമാത്രം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്? ഇപ്പോ എൻ്റെ ഒരു ഇത് പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡയറക്ടറിന്റെ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ഒരു ഇന്ന ക്യാരക്ടറെ ആരെ ലൈക്ക് കാസ്റ്റ് ചെയ്യണം എന്നുള്ളത്. ഒരു ഡയറക്ടറിന്റെ ഒരു ഫ്രീഡമാണ് അത്. ഇപ്പോൾ ഇപ്പൊ ഹാപ്പി വെഡിങ്ങിൽ ഞാൻ വന്നത് എങ്ങനെയായിരുന്നു, എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. ഞാൻ വഴിയിൽ പോകുന്ന ഒരാളായിരുന്നു, സിനിമ എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ഒരാളായിരുന്നില്ല. പക്ഷെ ആ സമയത്ത് ലൈക്ക് അങ്ങനെ ഒരു വ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് വന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതേപോലെ തന്നെ ന്യൂ ടാലൻസ് വരുന്നതിൽ ഞാൻ ആക്ച്വലി ഭയങ്കര ഹാപ്പിയാണ്. ഒത്തിരി നല്ല ടാലൻസിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മലയാള സിനിമയിൽ നിന്നും അവരിപ്പോൾ വേറെ ഇൻഡസ്ട്രിയിലേക്ക് പോകുന്നു. അതൊക്കെ ജനറലി ഐ എം വെരി പ്രൗഡ് ഓഫ് ഇറ്റ്. ഹാപ്പിയാണ് ഞാൻ ആ ഒരു കാര്യത്തിൽ. ഇപ്പൊ അതുപോലെ തന്നെ ആദ്യം സിനിമ വരുന്നത് ഇപ്പൊ ഒരു ജെൻഡർ ഈക്വാലിറ്റി എന്നൊക്കെ പറയുന്ന ആ ഒരു തോട്ടിൽ ചിന്തിക്കുമ്പം ആ ഒരു സിനിമ വളരെ ഒരു ചർച്ചയായ ഒരു സിനിമയായിരുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പം ഇപ്പൊ എന്ത് തോന്നുന്നു, ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എന്താ പറയാനുള്ളത്? അല്ല, ഓപ്പർച്യൂണിറ്റി സ്ത്രീകൾക്ക് കുറവാണോ കൂടുതലാണോ, ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. എനിക്ക് തോന്നുന്നു ഓൾ ദ മോർ ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി കൂടിയിട്ടുണ്ട്. ദ കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ്, ഇപ്പം ഡോസിൽ കൂടെ രാഗിത്തയുടെ ക്യാരക്ടർ ആവട്ടെ, അല്ല അരുന്ധതിയുടെ ക്യാരക്ടർ ആവട്ടെ, എത്രയോ ഇൻറ്റൻസ് ആയിട്ടുണ്ട്, എത്രയോ ലേയേഴ്സ് കിട്ടിയിട്ടുണ്ടായി. നമ്മൾ മാത്രം സ്ത്രീകളെ കാണുന്ന രീതികൾ മാറിയിട്ടുണ്ട് സിനിമയിൽ വെച്ച്. സോ ഐ തിങ്ക് ക്യാരക്ടേഴ്സ് കൂടിയിട്ടുണ്ട്. അത് കാരണമാണ് നമ്മൾ ഇനി പുതിയ ഫേസസിനെ കാണാനും സാധ്യതയുണ്ട്. ബിക്കോസ് റെപ്രസെൻറ്റേഷൻ കൂടിയിട്ടുണ്ട് സ്ത്രീകളുടെ. സോ ഇപ്പം ഞാൻ കൂടെ തമിഴ് സിനിമ ചെയ്തിട്ടുണ്ട്, ഇപ്പം മലയാളം ചെയ്യുന്നു, തെലുഗു ചെയ്യുന്നു, ഹിന്ദി ചെയ്യുന്നു. സോ നമ്മുടെ ഇതും ഓപ്പൺ ആയിട്ടുണ്ട്, അത്ര സ്പേസിലേക്ക് നമ്മളെ കാണുന്നുണ്ട്. സോ മേ ബി കുറവ് കാണുന്നത് ഒരു ഇൻഡസ്ട്രിയിൽ ചിലപ്പോൾ കുറവായിരിക്കാം, പക്ഷെ എല്ലാ ഇൻഡസ്ട്രിയിലും നോക്കിയാൽ ദേ ആർ ഗോയിങ് എവ്രിവെയർ ആൻഡ് ഡൂയിങ്. അതാണ് ആക്ച്വൽ. ഇറ്റ്സ് നോട്ട് ഓൺലി ഇൻ വൺ ഇൻഡസ്ട്രി. ഒരുപക്ഷെ ഏറ്റവും വെല്ലുവിളിയായിട്ട് തോന്നിയത് എന്തായിരിക്കും? അതിനകത്തൊരു കാരണമായിട്ട് തോന്നാനുള്ള ഒരു എന്തെങ്കിലും കാരണമുണ്ടോ? ഇല്ല, നമ്മളതൊരു വെല്ലുവിളിയായിട്ടുള്ള ഒരു രീതിയിലോട്ടേക്ക് എടുക്കുന്നില്ലല്ലോ. നമ്മളെല്ലാതും പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. സ്പേസ് ഉണ്ട്, സിനിമയിൽ സ്പേസ് ഉണ്ട്. സോ അത്രത്തോളം ലൈക്ക് എനിക്ക് അത്ര കഥാപാത്രം ഉള്ളപ്പോൾ ആക്ടേഴ്സ് കൂടുന്നത് നല്ലതല്ല. സെജു ബ്രോ, ഇപ്പോൾ ഡോസ് എന്ന് പറഞ്ഞ സിനിമ, ഇപ്പം നിങ്ങളുടെ കാക്കയുടെ തൻകുഞ്ഞു പൊൻകുഞ്ഞാണ്. ഇപ്പം നിങ്ങളുടെ ഈ സിനിമ പറയുന്നത് ദൃശ്യം സിനിമ കണ്ടതിന് ശേഷം വേണമെങ്കിൽ ഞങ്ങളുടെ സിനിമ കാണും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്തുകൊണ്ട് നിങ്ങളുടെ സിനിമ ദൃശ്യം 3-നേക്കാൾ നല്ലതായിക്കൂടാ? അപ്പോൾ ആളുകളുടെ ഒപ്പീനിയനാണ്. അല്ല, നിങ്ങളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സിനിമ അതിനുശേഷം കാണുന്ന ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഒക്കെയാണ് ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെയാണ് സംസാരിക്കുന്നത്. ചിലപ്പോൾ ദൃശ്യം സിനിമ ആണെങ്കിലും അടിപൊളി സിനിമ ഡോസ് ആയാലും പറയാൻ പറ്റില്ലല്ലോ. അതൊന്നും നമുക്ക് അറിയില്ല. നമ്മുടെ ദൃശ്യം എന്ന് പറയുന്ന ഓൾറെഡി അതിനൊരു ഫാൻ ഫോളോയിങ് ഉണ്ട്. എന്ത് പറഞ്ഞാലും ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് ദൃശ്യമാണ്. ഞാനാണെങ്കിൽ ആദ്യം പോയി കാണുന്നത് ദൃശ്യമായിരിക്കും, അല്ലേ? എന്റെ സിനിമ ഡോസ് കാണുമ്പോൾ അല്ല, അത് കണ്ടോട്ടെ, പ്രശ്നമില്ല. നമുക്ക് അല്ല, അങ്ങനെ കാണുന്നവരുണ്ടാവല്ലോ. അത് അല്ല ഞാൻ പറയുന്നത്, അത് ഞാൻ നമ്മള് ആരായിട്ട് ഒരു പ്രശ്നത്തിന് ഞങ്ങളുടെ സിനിമ മാത്രമേ ആദ്യം പോയി കാണുന്ന പറയാൻ പറ്റും. പ്രേക്ഷകർക്ക് ഓരോ ഇതുണ്ടാവില്ല, പ്രേക്ഷകർക്ക് ഓരോ ചോയ്സ് ഉണ്ടാവും. അല്ല, ഞാൻ പറയുന്നത് ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിലും എൻ്റെ ലൈഫിൽ ഞാൻ പാലിച്ചു പോകുന്ന കാര്യം, ഞാൻ ഒന്നിനും ഒരാളെയും ഫോഴ്സ് ചെയ്യാറില്ല, മനസ്സിലായോ? അപ്പൊ അതുപോലെ തന്നെയാണ്. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്തൊരു സിനിമയാണ്. നമുക്ക് ഇപ്പം നമ്മളെ കാക്കിയ പൊൻകുഞ്ഞ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. പക്ഷെ നമുക്ക് ഒരിക്കലും അത് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല നമ്മളെ ഓഡിയൻസിന്. അവർ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടോട്ടെ, എത്രയേ പറയാനുള്ളൂ. അവർക്ക് ആദ്യം കാണണമെന്ന് കഴിഞ്ഞാൽ അത് കണ്ടോട്ടെ. ദൃശ്യം കണ്ട് കഴിഞ്ഞിട്ട് കാണാനാണെങ്കിൽ നമ്മൾ ഹാപ്പിയാണെന്നേ, കണ്ടാൽ മതി, മനസ്സിലായോ? ആദ്യം കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ കണ്ടാൽ മതി. പക്ഷെ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ഓഡിയൻസിന് എന്താ പറയുക, എൻഗേജ് ചെയ്യിപ്പിക്കുന്ന സിനിമ തന്നെ ആയിരിക്കും. അല്ലെ, കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടൊന്നുമില്ല പറയുന്നത്. നമുക്ക് അങ്ങനെ ഒരു
എന്താ പറയുക, നമ്മളെല്ലാവരും ഒരേ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കല്ലേ അല്ലേ? മോഹൻലാൽ ഫാൻസ്, എന്റെ ആദ്യത്തെ സിനിമയിൽ ഞാൻ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റായിട്ടാണ് ഞാൻ വന്നത്. അല്ല, ഞാൻ പറഞ്ഞു വെറുതെ മോഹൻലാൽ ഫാൻസിനെ കൊണ്ട് എന്നെ ചീത്ത പറയിപ്പിക്കാനായിട്ട്.